Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും തക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. കൂട്ടുകാരെ, പുതിയൊരു വർഷം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതിനാൽ നാം പ്രതീക്ഷയോടെ മടി കൂടാതെ പരിശ്രമിക്കണം. തീർച്ചയായും ഞങ്ങൾ നന്നായി പരിശ്രമിച്ച് നല്ല മാർക്ക് വാങ്ങും. ടീച്ചറെ, ഇതാണ് അർത്ഥം. വലിയൊരു പാത്രം വാങ്ങും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അതാണ് ജോപ്പന്റെ പ്രതീക്ഷ. എന്റെ ജോപ്പ, നല്ല വടിവൊത്ത വാക്കിൽ പറ, എന്താ പുതുവർഷത്തെ പ്രതീക്ഷ? പറ ജോപ്പ. ടീച്ചറെ, ഞാൻ പറയാം, ആരും ഞെട്ടരുത്. എല്ലാ വർഷവും വർഷാവസാനത്തിൽ ക്രിസ്മസിന് മുമ്പ് പരീക്ഷ നടത്തും. പുതുവത്സരത്തിന്റെ ആരംഭത്തിൽ പരീക്ഷാ പേപ്പർ തരും. മാർക്ക് കാണുമ്പോ എല്ലാ പ്രതീക്ഷയും പോകും. എന്നിട്ട് ടീച്ചർ ചോദിക്കുക, പുതുവർഷത്തിലെ പ്രതീക്ഷ എന്താണ്? മാർക്ക് കണ്ട എന്തോന്ന് പ്രതീക്ഷ ടീച്ചറെ? അത് കറക്റ്റാ. ജോണി, ജോപ്പന്റെ കൂട്ടുകാരനല്ലേ നീ? ഇവന്റെ മടി മാറാൻ എന്താ വഴി? ടീച്ചറെ, ജോപ്പന് കാഞ്ഞ ബുദ്ധിയാ. പക്ഷേ എന്താ ഒരു പക്ഷേ? ഞാൻ പറയാം ടീച്ചറെ. പറ. ഭയങ്കര വിവര. അല്ല ടീച്ചറെ, സമയം ഒട്ടും നന്നായി ഉപയോഗിക്കില്ല. ആള് പാവുക. ജോപ്പനിരുന്നോ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം സമയം നന്നായി ഉപയോഗിക്കാത്തതാ. പുതുവത്സരത്തിൽ നമ്മൾ എല്ലാവരും സമയം നന്നായി ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുവോ? ചെയ്യും. വാക്കാണോ? വാക്ക്. എന്നാ ശരി, ഇനി അടുത്ത ദിവസം കാണാം. ജോപ്പ, ഇന്നലെ അച്ഛൻ പറഞ്ഞു തന്ന ഒരു വാചകം ഓർത്ത് വെച്ചോ. എന്തോന്നടേ? ജീവിതത്തോട് കൊതി വേണം നമുക്ക്, അപ്പോൾ നാം അധ്വാനിക്കും. അങ്ങനെയുള്ളവർ ഒരു കാലത്തും അന്യരുടെ അധ്വാനത്തിന്റെ ഓഹരി പറ്റി ജീവിക്കേണ്ടി വരില്ല. നല്ല കട്ട മാസ് ഡയലോഗ്. ഇത് ഞാൻ ഓർക്കും. എല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്താൽ നന്നായി സമയം ഉപയോഗിക്കാം. നാളെ ശനിയാഴ്ച ഉച്ചവരെ നമുക്ക് പഠിക്കാം, ഉച്ച കഴിഞ്ഞ് കളിക്കാം. നമ്മൾ സമയം പ്ലാൻ ചെയ്യുമ്പോൾ മിക്കവും പൊടിക്കളും ഒക്കെ വേണം. ഓക്കെ, ഏറ്റു. അപ്പൊ നാളെ കാണാം. ജീവിതത്തോട് മാത്രമല്ല, മധുരക്കിഴങ്ങിനോട് നമുക്ക് കൊതി വേണം. എന്റെ ജോപ്പ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ നോക്ക്, കാട്ടിലെ കിഴങ്ങ് കാട്ടിലെ മക്കൾക്ക്. വിട്ടോ വിട്ടോ, സ്ഥലം വിടുവിടുന്നു.
സോറി ബ്രോ, ഞാൻ വിട്ടു. കാടിന്റെ മക്കൾ വന്നാലും കഴിച്ചാലും ആ മിസൈൽ എന്റെ ദേഹത്തേക്ക് വിടല്ലേ. ഞാൻ എന്താ പൊക്കോളാം. കൊതി പോയി. ഇവിടെ നോക്ക്, അത് കഴിക്കടോ. ഞാൻ ചുമ്മാ ഒന്ന് ഞെട്ടിച്ചെന്നേ ഉള്ളൂ. പേടിച്ചു പോയോ? വിശപ്പ് കൂടിയാൽ പേടി കുറയും. താങ്ക് യു ബ്രോ, ഞാൻ പേടിച്ചു കേട്ടോ. മധുരക്കിഴങ്ങിന് എന്തൊരു മധുരം. ഓ, മധുരക്കിഴങ്ങിന് പിന്നെ പുളിയാണോ? പോടാ ചെറുക്ക, സീനിയേഴ്സ് അങ്ങനെ പലതും പറയും. പൊടിക്കളം, ഇന്ന് സീരിയസ് കാര്യം ചർച്ച ചെയ്യാനുണ്ട്. ജോപ്പന്റെ 2 നട്ട് മുറുക്കാനുണ്ട്. എന്താ പ്രശ്നം ജോണി? ജോപ്പൻ എന്തെങ്കിലും തരികിട ഒപ്പിച്ചോ? ഡു നോട്ട് ഡു ബ്രോ, ഞാൻ നീറ്റാ. അതല്ല കൂട്ടുകാരെ, 2019 ലൈഫ് പ്ലാനിങ് നിങ്ങൾക്ക് കൂടി വേണം. അതേതായാലും നല്ല കാര്യമാണ്. ഇപ്പോ ഒരു പ്ലാനിങ് കഴിഞ്ഞ് വന്നതേയുള്ളൂ. ഇതെന്താ പ്ലാനിംഗ് ഡേയോ? ഞങ്ങൾക്കിന്ന് പുതിയ കുട്ടികളുടെ പ്രൊമോഷൻ ഡേ ആയിരുന്നു. എല്ലാ കുട്ടികൾക്കും പേടിയുള്ള ദിവസം. അതെന്താ? പിന്നെ കാടിന്റെ നിയമം കഠിനമാണ്. അത് തെറ്റിച്ചാൽ പുറത്താണ്. കഷ്ടം. പൊടിക്കളം പറഞ്ഞില്ലേ കാട്ടിലെ നിയമം കഠിനമാണെന്ന്. ഒരു കുട്ടിക്കുരങ്ങ് പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് ചാട്ടം. ആ ചാട്ടപ്പരീക്ഷ പാസ്സാവണം. തോറ്റാ പുറത്താ. പിന്നെ ആരും കൂട്ടത്തു കൂട്ടില്ല. സേ പരീക്ഷയില്ലേ? നോ പരീക്ഷ, ഔട്ട് ഔട്ട്. എന്നിട്ട് ഇന്ന് ആ പരീക്ഷമായിരുന്നു. ഇത് നിർണായക ദിനം. ചാട്ടത്തിൽ പിഴച്ചാൽ കാടുവിടാം. ഏകാഗ്രത, ലക്ഷ്യം, ഇത് മാത്രമായിരിക്കണം മനസ്സിൽ. നിങ്ങൾ ഓരോരുത്തരും ചെറിയ മരത്തിന്റെ മുകളിൽ നിന്നും ആരംഭിച്ച് വലിയ മരത്തിന്റെ മുകളിൽ എത്തണം. എത്തിയ ശേഷം ശപഥപത്രം വായിച്ചു പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഓരോരുത്തരും ചാട്ടം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഈ ശബ്ദം പുറപ്പെടുവിക്കും. എന്റെ ദൈവമേ, എന്ത് കഠിനം. മനുഷ്യരുടെ പരീക്ഷ അത് ചീള് കേസ്. പൊടിക്കളമങ്കിൾ, നിങ്ങളുടെ പരീക്ഷ എങ്ങനെയാ? അത് കഠിനമാണോ? നിയമം നിയമം തന്നെ. കൂട്ടത്തിന്റെ നിയമം, അതാണ് നിയമം. ഇതാണ് സാധാരണ സെറ്റപ്പ്. കുട്ടികൾ പ്രായമായെന്ന് കാണുമ്പോ ഒരു കുരുത്തക്കേട് കാട്ടും. അതെന്നാന്നേ? പറയാം. ഇവൻ മുതിർന്നു, ഇനി നമുക്ക് മാറാം. നീ മുതിർന്നു. അതെ വാലു പിടിച്ചു വലിച്ചത് അറിഞ്ഞതുകൊണ്ടാണോ? അതെ. ശരി ശരി. ഇന്നു മുതൽ ആനക്കൂട്ടത്തിലെ എല്ലാ നിയമങ്ങളും നിനക്ക് ബാധകം. തെറ്റിച്ചാൽ കൂട്ടം വിട്ടേക്കണം. എല്ലാം പാലിക്കും. ഈ നിയമം പാലിച്ചില്ലെങ്കിൽ നീ ആജീവനാന്തം ഒറ്റയാനായി കഴിയേണ്ടി വരും. മനസ്സിലായോ? ഒറ്റയാൻ ദുഷ്ടനാകും, സകലരും വെറുക്കും, ആട്ടിയോടിക്കും. ഒരിക്കലും നിയമം തെറ്റിക്കില്ല. നമ്മുടെ വർഗത്തിന്റെ നിയമം എന്റെ നിയമം, നമ്മുടെ കൂട്ടത്തിന്റെ പ്ലാൻ എന്റെ പ്ലാൻ.
അതാണ് കാട്ടിലെ കാര്യങ്ങൾ. നമ്മുടെ പാരന്റ്സിന് വാലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് വലിക്കാമായിരുന്നു. ജോപ്പ, മനുഷ്യരൊക്കെ രക്ഷപ്പെടും. ഒരൊറ്റ കാര്യം ചെയ്യണം. ഒന്ന്, മനുഷ്യ സമൂഹത്തിന്റെ നിയമങ്ങൾ സ്നേഹത്തോടെ പാലിക്കുക. നന്മയുള്ള മനുഷ്യരുടെ ശീലങ്ങൾ പാലിക്കുക. പിന്നെ ഒരാളും നിങ്ങളെ തള്ളിക്കളയില്ല. അത് പോയിന്റ്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്ലാൻ അത്യാവശ്യമാണ്. കളിക്കാൻ ഒരു കാലം, കാര്യമറിയാൻ മറ്റൊരു കാലം. കൂട്ടുകാരെ, നമുക്ക് പുതുവത്സരത്തിൽ പുതിയ പ്ലാനിൽ ജീവിക്കാം. അതെ, പ്ലാൻ പറ. കൃത്യമായിരിക്കണം. തെറ്റിച്ച നമ്മുടെ കൂട്ടുകട്ട്. പറ, പ്ലാൻ പറ. ഞാനൊരു കുഞ്ഞാണ്, പ്ലാൻ വരച്ചെന്നെ കൊല്ലല്ലേ. പറയാം. 2019 ഇതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ പ്ലാൻ. നമ്മൾ നേരത്തെ ഉണരും. എന്നെ കൊല്ല്. പ്രാർത്ഥനയോടെ ദിനം തുടങ്ങും. ഉറങ്ങാതെ പഠിക്കും. ജോപ്പൻ ക്ലാസ്സിൽ ഉറങ്ങാൻ പാടില്ല. നന്നായി കളിക്കും, ചിരിക്കും, ആകുന്ന നന്മ ചെയ്യും. ഈ നിയമങ്ങൾ ഒന്നായി സംഗ്രഹിക്കാം. ജോപ്പൻ കുഞ്ഞായതിനാൽ ഈ നിയമങ്ങളിൽ നിന്ന് ഒഴിവ് കൊടുക്കാം. ഒരു നിയമം കൂടി ഇത് ചേർക്ക്. ഇതിലേതെങ്കിലും ഒന്ന് ജോപ്പൻ തെറ്റിച്ചാൽ പൊടിക്കളം കൊമ്പന് ജോപ്പനെ ചവിട്ടി ചവിട്ടി ചവിട്ടിക്കൂട്ടാവുന്നതാണ്. നമ്മുടെ നന്മ കൂട്ടത്തിന് മാത്രം. നമുക്ക് ജീവിതത്തോട് കൊതി വേണം. അപ്പോൾ നമ്മൾ അധ്വാനിക്കും. അങ്ങനെയുള്ളവർ ഒരു കാലത്തും അന്യരുടെ അധ്വാനത്തിന്റെ ഓഹരി പറ്റി ജീവിക്കേണ്ടി വരില്ല.